അസ്സലാമലൈക്കും തസ്ലീം മെർമെയ്ഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡെലീഷ്യസ് ഒക്ടോപ്പസ് റോസ്റ്റാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒക്ടോപ്പസ് അതായത് നീരാളി ദ്വീപുകാരുടെ ഒരു ഇഷ്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ്. ദ്വീപിൽ പറയുന്നത്, ലക്ഷദ്വീപിൽ ഇതിനെ പറയുന്നത് അപ്പൽ എന്നാണ്. ഇതാണ് ഫുൾ നീരാളി. ഇതിനെ ഞാൻ എങ്ങനെയാണ് പാചകം ചെയ്യാൻ പോകുന്നത്? തെറ്റിക്കല്ലേ, പാചകം ചെയ്യാൻ പോകുന്നത്, പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഈ ഒക്ടോപ്പസ് നല്ല വഴുവഴുപ്പുള്ള ഒരുതരം മത്സ്യമല്ലേ ആണ്, കടൽ ജീവിയാണ്. ഇതിന് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് നല്ല റിസ്ക്കുള്ള പണിയാണ്. ഈ വഴുവഴുപ്പ് പോവാനും പിന്നെ ഇതിലെ തൊലി പെട്ടെന്ന് ഇളകി വരാനും വേണ്ടിയിട്ടാണ് ആ സാധനം വെച്ചിട്ട് ഞാനിങ്ങനെ ഇടിക്കുന്നത്. അതിനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ചമ്മന്തി പോലെ ആക്കിയിട്ട് വേണം, ചമ്മന്തി പോലെ ഒന്നും ആക്കണ്ട, എന്നാലും അതിലെ തൊലിയൊക്കെ ഒന്ന്, തോലെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ദ്വീപിൽ തൊലി എന്നുള്ള വാക്കിനാണ് തോലെന്ന് പറയുന്നത്. അപ്പോൾ തൊലിയൊക്കെ ഒന്ന് ഇങ്ങനെ ഇളകി വരാൻ വേണ്ടിയിട്ട്, ഒന്ന് നൈസാവാൻ വേണ്ടിയിട്ടാണ് ഞാനിതിനെ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊന്നും ചെയ്യാതെ എളുപ്പപ്പണിയും ചെയ്യാം. കുക്കറിനകത്തിട്ട് ഒരു 4 വിസിലടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ വഴുവഴുപ്പും പോവും, പിന്നെ തൊലിയൊക്കെ നൈസാവും, കട്ട് ചെയ്യാനും എളുപ്പമാണ്. പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ ടേസ്റ്റൊക്കെ അങ്ങ് പോവും. ആ വെള്ളം കളയുമ്പോഴത്തേക്കും ആ ടേസ്റ്റ് പോവും. എളുപ്പത്തിൽ ചെയ്യാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷേ ഞാനങ്ങനെയൊന്നും ചെയ്തില്ല. പരമ്പരാഗതമായിട്ട് വീട്ടുകാർ ചെയ്യുന്നത് കണ്ട് പഠിച്ച് അതേപോലെ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇട്ടു. ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നതിൻ്റെ പിന്നിൽ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപാര ടേസ്റ്റാണ്. അത് കഴിക്കാനുള്ള ആ ഒരു നമ്മളെ ഒരു ഇൻറ്റൻസിറ്റിയാണ് എന്നെ ഇത്രത്തോളം കഠിനാധ്വാനം ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ എൻ്റെ നീണ്ട അധ്വാനത്തിന് ശേഷം ഞാൻ കത്തിയെടുത്തു, അതിനെ കഷ്ണം കഷ്ണമാക്കി മുറിക്കാൻ തുടങ്ങി. അതിനോട് ഞാൻ ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും കാണിച്ചില്ല ഗൈസ്. കട്ട് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ പുറത്തുള്ള കറുത്ത തൊലിയൊക്കെ അങ്ങ് ചെത്തിക്കളയണം. അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുക്കറിലിട്ട് അടുപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെത്തിക്കളയണ്ട, അതിങ്ങനെ വലിച്ചെടുത്താൽ മതി. അത്രയും സിമ്പിളായിരിക്കും. 2 രീതിയിലും കാണിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആ രീതിയിൽ ചെയ്തിട്ട് കഴിക്കാനുള്ള ടേസ്റ്റ് കുറയുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്. പിന്നെ ഒരു അപ്പൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ട് രീതിയിൽ കാണിക്കാൻ 2 അപ്പലില്ല, ഒരപ്പലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൽ മീൻസ് ഒക്ടോപ്പസ്, നീരാളി. കട്ട് ചെയ്തിട്ട് നീരാളിയിൽ കുറച്ച് കല്ലുപ്പിട്ട് ഞാൻ കഴുകുന്നു. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആ വഴുവഴുപ്പ് ബാക്കിയുള്ളതും കൂടി കഴുകുമ്പോൾ പോവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കല്ലുപ്പ് വെച്ച് കഴുകുന്നത്. പിന്നെ നമ്മൾ എക്സ്ട്രാ ഉപ്പിടത്തില്ല. ഈ ഇട്ട് കഴുകുന്ന ഈ ഉപ്പ് മാത്രം മതിയായിരിക്കും. കല്ലുപ്പ് വെച്ച് നന്നായിട്ട് ഒരച്ചൊരച്ച് കഴുകണം. അന്നേരം അതിൽ ബാക്കിയുള്ള തൊലിയും പോവും, ആ വഴുവഴുപ്പും പോവും, നല്ല ക്ലീനായിട്ട് കിട്ടും. ആദ്യം കുറച്ച് ഉപ്പിട്ട് കഴുകിയിട്ട് പിന്നെ ബാക്കി പച്ചവെള്ളത്തിൽ ഒരു 4-5 വട്ടം ഞാൻ വെള്ളത്തിൽ കഴുകിയെടുത്തു. 4-5 പ്രാവശ്യം ഞാനത് നല്ല ക്ലീനാക്കി കഴുകിയെടുത്തു. ശേഷം നേരെ കിച്ചണിലേക്ക് കഴുകിയെടുത്ത് നേരെ കുക്കറിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ അതിനെ പിഴിഞ്ഞെടുത്ത് കുക്കറിലിടുക. കുക്കറിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കേണ്ട. പിന്നെ ഞാൻ വറ്റൽമുളക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി മാത്രം ഇട്ട് അരച്ച മുളകാണ്. അതും പുരട്ടി കൊടുക്കുക. വെള്ളം ഒഴിക്കുന്നില്ല, അത് മാത്രം പുരട്ടി കൊടുക്കുക. ഉപ്പിടുന്നില്ല, കാരണം നമ്മൾ ഉപ്പിട്ടിട്ടാണ് അത് കഴുകിയെടുത്തത്. മുളക് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. അധികം മുളകൊന്നും വേണ്ട, ഒരു മീഡിയം ലെവലിൽ മുളകിടുക. അടപ്പ് വയ്ക്കുക, സ്റ്റൗ കത്തിക്കുക, കയറ്റുക. നാലഞ്ച് വിസിലടിച്ചതിന് ശേഷം ഞാനത് തുറന്ന് ചട്ടിയില്ലേ, നമ്മൾ മൺചട്ടിയിൽ അതിനെ മാറ്റി. ശേഷം കുക്കറിൽ ഒരിച്ചിരി വെള്ളം ഒഴിച്ച് ആ മുളകും ബാക്കിയുള്ള ഇതൊക്കെ കഴുകി എടുത്തിട്ട് ചട്ടിയിൽ ഒഴിച്ചു. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഈ കാണുന്ന സ്റ്റേജിലേക്കാവും. പിന്നെ കുറച്ച് തനി നാടൻ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കുക. അന്നേരം ഒരു മണം വരും. ഒരു രക്ഷയില്ല മക്കളെ, അപാര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഞെക്കിയേക്കട്ടോ.